എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 30 ദിവസങ്ങളായി നമ്മൾ രാമായണത്തിലെ വിവിധ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ രാമനെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞത്. ഈ ഓരോ കഥാപാത്രങ്ങളിലൂടെയും രാമായണ കഥയും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ കഥ പ്രത്യേകിച്ച് പറയാതെ രാമനെക്കുറിച്ച് ഒരു വിശകലനം മാത്രമാണ് നടത്തുന്നത്. സീതയെ കാണാതാവുമ്പോൾ, അതായത് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ വിലാപത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ച് ശ്രീകുമാർ സർ സംസാരിക്കും. നമസ്കാരം. നമ്മൾ ഈ ശ്രീരാമനെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ചെറിയ പരിമിതിയൊന്നും പോരാ അതിന്. കാരണം ശ്രീരാമൻ അത്രയ്ക്ക് വിപുലമായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ ആഴമുള്ള കഥാപാത്രമാണ്. ഇപ്പോൾ അല്പം മുമ്പേ സജിദേവി പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകം തന്നെ രാമായണ കഥ ഏതാണ്ട് പലതവണ ആവർത്തിച്ചിട്ടുണ്ടാവണം. ഓരോ കഥാപാത്രത്തിലും ഒരു രാമായണ കഥ അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ലക്ഷ്മണൻ, സീത, ഹനുമാൻ, വിഭീഷണൻ, മന്ദോദരി എന്നൊക്കെ പറയുമ്പോൾ, രാവണൻ എന്നൊക്കെ പറയുമ്പോൾ അവരിലൊക്കെ ഓരോ രാമായണ കഥ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ രാമായണ കഥയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് രാമനെക്കുറിച്ചും പറഞ്ഞു വരികയാണ്. ശ്രീരാമനെക്കുറിച്ചും പലതവണ നമ്മൾ സൂചിപ്പിക്കാനിടയായിട്ടുണ്ട്. നമ്മൾ ശ്രീരാമനെ അവലോകനം ചെയ്യുകയാണ് എന്ന് സജിദേവി പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും നമുക്കതിനുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. പക്ഷേ എല്ലാ ഊഴിയിൽ ചെറിയവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാമകഥ എഴുതുന്നത് എന്ന് രാമകഥ മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ കവി പറഞ്ഞു. അപ്പോൾ ശരിക്കും ശ്രീരാമകഥ ആർക്കാണ് ആവശ്യം? ശ്രീരാമകഥ ഊഴിയിൽ ചെറിയവർക്കാണ് ആവശ്യം. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കാണ് ശ്രീരാമകഥ കൊണ്ട് ആവശ്യം. ഊഴിയിൽ ചെറിയവർക്ക് വളരെ അത്യാവശ്യമാണ്. വലിയ വലിയ ഔന്നത്യത്തിൽ മോക്ഷം നേടുന്നിടത്തോളം എത്തിയിട്ടുള്ള ഒരു ഋഷിക്ക് വേണ്ടിയിട്ടല്ല രാമായണ കഥ. സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് രാമായണ കഥ. എല്ലാ ആഖ്യായികകളും അങ്ങനെയാണ്. കാവ്യാഖ്യായികയും അതല്ലാതെ നമ്മൾ ഗദ്യത്തിൽ എഴുതുന്ന ആഖ്യായികയും എല്ലാ ആഖ്യായികകളും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ്. രാമായണ മഹാഭാരത കഥകളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇന്ത്യയുടെ സർഗാത്മക മനസ്സ് സജീവമായത്. ഇന്ത്യയുടെ എല്ലാ പ്രാദേശിക ഭാഷകളിലും എല്ലാ സ്ഥലത്തും ഓരോ കവിയും അവരുടെ സർഗാത്മക ജീവിതം ആരംഭിക്കാനോ അല്ലെങ്കിൽ അവരുടെ സർഗാത്മക ജീവിതത്തിന് പൂർണ്ണത നൽകാനോ വേണ്ടി തേടിയത് പ്രധാനമായിട്ട് രാമകഥയാണ് തേടിയത്. നമ്മളങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രാമകഥ ഉള്ളതായിട്ട് കാണാം. കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്, ആസാമിലുണ്ട്, നമ്മളുടെ ബംഗാളിലുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും രാമകഥയുണ്ട്. രാമകഥ ഏറിയും കുറഞ്ഞും തമിഴ്നാട്ടിൽ കമ്പരാമായണമുണ്ട്, നമുക്ക് അധ്യാത്മരാമായണമുണ്ട്, രാമകഥപ്പാട്ടുണ്ട്, തുളസീദാസിൻ്റെ രാമചരിതമാനസമുണ്ട്. അങ്ങനെ പിന്നെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള കേരളത്തിൽ തന്നെ എത്ര രാമായണങ്ങളാണ്. കോവളം കവികൾ അതിലൊരാൾ രാമായണമാണ് എഴുതിയത്. കണ്ണശന്മാരിൽ ഒരാൾ രാമപ്പണിക്കർ രാമായണമാണ് എഴുതിയത്. അങ്ങനെ നമുക്ക് എത്ര എണ്ണം നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ, പിന്നെ ഡയലക്റ്റുകളിൽ, പിന്നെ അതുകൂടാതെ നമ്മളുടെ നാട്ടുമൊഴികളിൽ, നാടൻ കളികളിൽ എത്ര സ്ഥലത്താണ് ഈ രാമനും സീതയും രാവണനും എല്ലാം പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ആലോചിക്കണ്ടേ നമ്മൾ? എന്തുകൊണ്ട് ലോകത്ത് വേറെ കഥകളില്ലാത്തത് കൊണ്ടാണോ ഈ മനുഷ്യരെല്ലാവരും രാമകഥയുടെ പിന്നാലെ പോയത്? എന്താണ് ഈ കവികളെല്ലാം എല്ലാ സ്ഥലത്തും അവരുടെ സർഗാത്മക ജീവിതത്തെ പുഷ്കലമാക്കാൻ വേണ്ടി രാമകഥ ആശ്രയിച്ചത്? രാമകഥയിൽ ജീവിതമുള്ളത് കൊണ്ടാണ്. മഹാഭാരതത്തിൽ ജീവിതമില്ല എന്നല്ല. മഹാഭാരതവും പലതരത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാമകഥ പോലെ അത്രയേറെ ആവിഷ്കരിക്കപ്പെട്ടോന്ന് സംശയമുണ്ട്. രാമകഥയിൽ ജീവിതത്തെ അങ്ങനെ തന്നെ നമ്മളുടെ മുമ്പിൽ നിർത്തി നമുക്ക് മനസ്സിലാക്കി തരുന്ന, അനുഭവവേദ്യമാക്കുന്ന ഒന്നായിട്ട് വാൽമീകി രാമായണത്തിൽ ജീവിതകഥ എങ്ങനെ ആവിഷ്കരിച്ചു. മാത്രമല്ല, ഇത് മനുഷ്യരുടെ കഥ മാത്രമല്ല, മൃഗങ്ങളുടെയാണ്. അതെ, പ്രകൃതി മുഴുവൻ അതിൽ പങ്കാളിയാകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ പ്രാധാന്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രാമനെക്കുറിച്ച് ചിന്തിച്ചു വന്നാൽ, ശ്രീരാമൻ സീതാവിരഹത്തിന് ശേഷം വലിയ വിലാപങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം കിഷ്കിന്ധയിൽ ഋഷ്യമൂകാചലത്തിന് താഴെ വെച്ച് ഹനുമാനെ കാടുന്നിടത്ത് വെച്ച് ശ്രീരാമൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. നമ്മൾ അതുവരെ കണ്ട ശ്രീരാമനെ അല്ല പിന്നെ കാണുക. ഞാൻ പറയും, രാജ്യതന്ത്രജ്ഞനായിട്ടുള്ള ഒരു ശ്രീരാമനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. വളരെ പാകത വന്ന ആ വിലാപത്തിൻ്റെ അന്തരീക്ഷമൊക്കെ അടങ്ങി. കാരണം സീതയെ രാവണൻ കൊണ്ടുപോയി എന്ന് ഉറപ്പായി.
അപ്പോൾ ഇനി വീണ്ടെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ പ്രവർത്തിക്കുന്ന ശ്രീരാമൻ അങ്ങേയറ്റം പാകം വന്ന ഒരാളാണ്. വളരെ കൃത്യമായി ആലോചിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് മുമ്പോട്ട് പോകുന്ന, വേണ്ടിടത്ത് വേണ്ടത് ചെയ്യുന്ന ഒരാളായിട്ടാണ് വരുന്നത്. സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു. സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഉറപ്പ് എനിക്ക് സീതയെ വീണ്ടെടുത്ത് തരാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. അത്ര ശക്തമായ ഒരു സഖ്യമാണത്. ആ വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിൽ വെച്ചാണല്ലോ സഖ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സുഗ്രീവൻ വാഗ്ദാനം ലംഘിക്കുമ്പോൾ അവിടെ ആളെ അയക്കുന്നതും, അത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ ഇടപെടലും, ഈ സേതു നിർമ്മാണവും ലങ്കയിലേക്കുള്ള പ്രവേശവും ഉൾപ്പെടെ ലങ്കയിലെത്തുന്നത് വരെ ശ്രീരാമൻ എന്ന അസാമാന്യനായിട്ടുള്ള ആസൂത്രകനെയാണ് നമ്മൾ കാണുന്നത്. സൈനികാസൂത്രണം, അതിനുവേണ്ട തന്ത്രങ്ങളുടെ ആവിഷ്കാരം, വിഭീഷണൻ വരുമ്പോൾ സ്വീകരിക്കൽ, ദൂതന്മാരെ അയക്കൽ, കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന, നടപ്പാക്കുന്ന ഒരു രാജ്യതന്ത്രജ്ഞനെ നമ്മളവിടെ കാണുന്നുണ്ട്. അചഞ്ചലനാണ്. ആ സമയത്തൊന്നും അദ്ദേഹത്തെ ഒരുതരം ചാഞ്ചല്യങ്ങളും തീണ്ടുന്നില്ല. എല്ലാ തരത്തിലും സ്റ്റേബിളാണ്, സ്ഥിതപ്രജ്ഞനാണ്. അദ്ദേഹത്തിൽ തന്നെ ജന്മനാ തന്നെ അതിപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട, അവരതങ്ങനെ തന്നെ അവരതിനെ മനസ്സിൽ കരുതും. ഇനി അങ്ങനെ കരുതാത്തൊരാൾ രാമായണം വായിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കരുതാത്തൊരാൾ രാമായണം വായിച്ചാലും ഈ ഒരു സ്ഥിതപ്രജ്ഞത കയ്യിലുണ്ട്. ഒരു രാജ്യം ഉപേക്ഷിക്കാൻ തക്ക ധീരത കയ്യിലിരിപ്പുണ്ട്. അക്ഷോഭ്യനായി ആ സന്ദർഭത്തിൽ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ പോരെ, ഇങ്ങനെ അഭിഷേകത്തിന് നമ്മളാണ് ശ്രീരാമൻ്റെ സ്ഥാനത്ത്, അഭിഷേകത്തിന് വിളിച്ചിട്ട് അവിടെ വെച്ചത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ അധർമ്മ ഭയഭീതി ഉണ്ടല്ലോ, മാത്രമല്ല ലക്ഷ്മണൻ അതിനെ എതിർക്കുമ്പോൾ ധാരാളം തവണ ലക്ഷ്മണൻ അത് അവസാനം വരെയും യുദ്ധത്തിൽ ശ്രീരാമൻ വീണ് കിടക്കുമ്പോൾ പോലും ലക്ഷ്മണൻ പറയുന്നുണ്ട്. അത് ലക്ഷ്മണനിൽ നിന്ന് ജീവിതത്തിൽ വിട്ടുപോയിട്ടുമില്ല. എത്ര ശ്രീരാമോപദേശം കൊണ്ടും ലക്ഷ്മണനിൽ നിന്ന് അത് പോയിട്ടില്ല. കാരണം ലക്ഷ്മണൻ എന്ന കഥാപാത്രം അങ്ങനെ അത് ഉള്ളിൽ സൂക്ഷിക്കത്തക്ക വിധത്തിൽ അടുത്ത് തീപ്പെട്ടി ഇരുന്നാൽ കത്തുന്ന തരത്തിൽ ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ട് കത്തുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ഈ മനപ്പരിഭാഗം ശ്രീരാമന് വരുന്നത് പോലെ മനപ്പരിഭാഗം വരുന്നിട്ടേ ഇല്ല. അദ്ദേഹം അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എല്ലാ കാലത്തും. അപ്പോൾ അതുവരെ ഈ ലങ്കയിലെത്തുന്നത് വരെയുള്ള ശ്രീരാമൻ എന്ന രാജ്യതന്ത്രജ്ഞനെ നമ്മൾ കാണും ഓരോ രംഗത്തും. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രീരാമനെ വിലയിരുത്തുമ്പോൾ അടുത്തത് ലങ്കയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ശ്രീരാമൻ വലിയ സൈനിക സംവിധായകനായിട്ടും വലിയ യോദ്ധാവായിട്ടും വലിയ പോരാളിയായിട്ടുമുള്ള അടുത്ത ശ്രീരാമനെ നമ്മൾ കാണും. ശത്രുവിന് ഇളവ് കൊടുക്കാത്ത പോരാളിയാണ്. അവിടെ നിൽക്കുമ്പോൾ ശ്രീരാമൻ്റെ അവസ്ഥ എന്താ? രാവണന് സ്വന്തം കൊട്ടാരം അടുത്താണ്. ലങ്കയിലെ അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്ക് അകത്താണല്ലോ യുദ്ധം നടക്കുന്നത്. കോട്ടയ്ക്ക് പുറത്തും അകത്തുമായിട്ടാണല്ലോ യുദ്ധം. യുദ്ധസാമഗ്രികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി വിശ്രമിക്കാം. വളരെ വില കൂടിയ തേരുകളുണ്ട്, വില കൂടിയ ആയുധങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കയ്യിലുണ്ട്. ശ്രീരാമൻ വെറും നിലത്ത് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. വാനരന്മാരുടെ പടച്ചട്ട പോലും ഇല്ലാതെയാണ് നിന്ന് സമരം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ശ്രീരാമൻ പ്രകടിപ്പിക്കുന്ന യുദ്ധവൈദഗ്ധ്യം, ശ്രീരാമനോടൊപ്പം അത്ര തന്നെ ധീരന്മാരായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ അവരെ വീര്യം ചോരാതെ പിടിച്ചു നിർത്തുക എന്ന വലിയ കാര്യം ശ്രീരാമൻ ചെയ്തു. വലിയ ദൗത്യമാണ്. എത്ര തിരിച്ചടികൾ. അദ്ദേഹം തന്നെ മോഹാലസ്യപ്പെടുന്ന സന്ദർഭം, ലക്ഷ്മണൻ വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപം, അതിങ്ങനെ മാറി 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 വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊട്ടാകെ അദ്ദേഹത്തിൻ്റെ ഈ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്, നമ്മളിപ്പോൾ പറയുന്ന വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന്. പക്ഷേ അതിനെയെല്ലാം നേരിടാൻ വേണ്ട ഒരു സബ്സ്റ്റൻസ് അകത്തുണ്ട്, ഒരു സംഭവം അകത്തുണ്ട്. അതുപയോഗിച്ച് എല്ലാ സമയത്തും അതിനെ സ്റ്റേബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സീതയെ നേടലാണല്ലോ ലക്ഷ്യം. യുദ്ധത്തിന് നമ്മൾ പറയുന്ന പേര് രാമരാവണ യുദ്ധം എന്നാണല്ലോ പറയുക. ആ യുദ്ധത്തിൽ ഉടനീളം ശ്രീരാമൻ രംഗത്ത് വരുമ്പോഴും രംഗത്ത് വരാത്തപ്പോഴും ശ്രീരാമൻ നടത്തുന്ന യുദ്ധത്തിൻ്റെ സംവിധാനവും ആസൂത്രണവും. അപ്പോൾ മഹായോദ്ധാവായിട്ടുള്ള ഒരാളായിട്ടാണ് ശ്രീരാമനെ അവിടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല ശ്രീരാമൻ ഒരു ശക്തനായ സംഭാഷണ ചതുരനാണ്. ഓരോ സ്ഥലത്തും പറയേണ്ടതെന്ത് എന്ന് അളന്ന് തൂക്കി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. നമ്മൾ വാൽമീകി രാമായണം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ പറയേണ്ടത് ഇത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് സൗമ്യമായും ദൃഢമായും പറയാൻ അറിയാവുന്ന ആളാണ്. രാവണൻ ധാരാളം തവണ അലറുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു
പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒച്ചയെടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ശ്രീരാമൻ വളരെ സഹജമായ അലർച്ച കൂടിയായിരിക്കുമല്ലോ. പിന്നെ ശ്രീരാമൻ അങ്ങേയറ്റം സൗമ്യനായി ദൃഢമായി പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ഉറപ്പിച്ചാണ് പറയുക. അങ്ങനൊരു കാര്യങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് അതിനെ കൃത്യമായി നമുക്ക് വാക്യങ്ങളായി പുറത്തേക്ക് കൊണ്ടുവന്നത് വേറൊരാളുടെ മുമ്പിൽ വയ്ക്കാൻ തക്ക ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ട്. നമ്മളതൊക്കെ രാമായണം അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഓരോ സ്ഥലത്തും അദ്ദേഹം പറയുന്ന വാക്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഭാരമുണ്ട്. അതൊക്കെ ആ മനസ്സിൻ്റെ ഗൗരവമാണ്. ഗൗരവം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മിണ്ടാതിരിക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഗുരുത്വം ഉണ്ടല്ലോ, ആ ഭാരം, ആ ഗുരുത്വം, ആജ്ഞാശക്തിയും അതുപോലെ തന്നെ അതങ്ങനെ കടഞ്ഞെടുത്തിട്ടാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഷാർപ്പ്നെസ് വളരെ കൂടുന്നത്. വാക്കുകളുടെ ഷാർപ്പ്നെസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിടയ്ക്കൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ വേണ്ടി വന്നാൽ എൻ്റെ ധർമ്മത്തിന് വേണ്ടി ഞാൻ സീതയെയും ലക്ഷ്മണനെയും ഉപേക്ഷിക്കും എന്ന് ഭാര്യയോടും അനുജനോടും കേൾക്കെ അത് പറയാൻ അദ്ദേഹത്തിന് അതിന് മടിയില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ്. ധർമ്മമാണ് പ്രധാനം, അതിനുവേണ്ടി ഞാൻ എന്തും ത്യജിക്കും എന്ന ആ ദൃഢനിശ്ചയം ആ പറയുന്നതിലൊക്കെ തന്നെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അത് അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചാണ് വരുന്നത്. അച്ഛൻ്റെ ധർമ്മപരായണത്തിന് വേണ്ടി രാജ്യം ഉപേക്ഷിക്കുന്നത് മുതൽ, അതെ, അവിടെയൊക്കെ നടത്തുന്ന സംഭാഷണങ്ങളിലൊക്കെ മിതവാക്കാണ്. ലക്ഷ്മണനൊക്കെ ഇങ്ങനെ ഭീകരമായി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത് പോലുള്ള പറച്ചിലൊന്നുമില്ല, വളരെ മിതവാക്കാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമനിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രീരാമനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇത് കഴിഞ്ഞ് രാവണൻ്റെ വധം കഴിയുന്നു. രാവണൻ്റെ വധം കഴിഞ്ഞിട്ട് യുദ്ധാനന്തരം സീതയെ കാണുന്ന രംഗം നമ്മൾ കഴിഞ്ഞ ദിവസം സീതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അവിടെ വെച്ച് പറയുന്ന വാക്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ട് ആലോചിച്ചുറച്ച വാക്യങ്ങളാണ് പറയുന്നത്. സീതയെ ക്ഷണിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വാക്യങ്ങൾ ഇങ്ങനെ രൂപപ്പെടുന്നുണ്ടാവും. ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല ഈ യുദ്ധം ചെയ്തത് എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു കലക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാചകമാണ്. ശരിക്കും അദ്ദേഹം യുദ്ധം ചെയ്തത് സീതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഉള്ളിലൊരു കലക്കമുണ്ടാവുന്നു. സീതയെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും, അതാണ്. എല്ലാ സമയത്തും അദ്ദേഹത്തിന് പരാഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. വാൽമീകി അത് സൂചിപ്പിക്കും. വാൽമീകി ചില സന്ദർഭങ്ങളിൽ അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അത്തരം ഒരു സ്വഭാവത്തെക്കുറിച്ച്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജനാഭിപ്രായം ആണ് എനിക്ക് പ്രധാനമെന്ന്. അപ്പോൾ സീതയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന കലക്കമാണ് നേരത്തെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് സീതയെ കാണുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത്രയും കഠിനമായ, വാൽമീകി അതിനെക്കുറിച്ച് കഠിനവും ക്രൂരവും എന്നൊക്കെ വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങളാണ് പറയുന്നത്. വള്ളത്തോൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നേത്രരോഗിക്ക് ദീപം പോലെ ദുസ്സഹമാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അഗ്നിപ്രവേശത്തിനായിട്ട് സീത തയ്യാറാവുന്നത്. സീത എവിടെ വെച്ച് ലക്ഷ്മണനോട് തീ കൂട്ട്, ഞാൻ അഗ്നിപ്രവേശം നടത്തട്ടെ, തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. എന്തിനിത് കേട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ സഹജമായിട്ടുള്ള, അതും സത്യസന്ധയായിട്ടുള്ള ഒരു സ്ത്രീക്കുണ്ടാകാവുന്ന വലിയ മനസ്സിൻ്റെ പിടച്ചിലുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ സീത പുറത്തു വരുമ്പോൾ അദ്ദേഹം പൊതുജനങ്ങൾക്ക് തൃപ്തിയായല്ലോ, അദ്ദേഹത്തിന് സന്തോഷമായി. ആ സന്തോഷത്തോടു കൂടിയാണല്ലോ രാജധാനിയിലേക്ക് തിരികെ പോകുന്നത്. രാജധാനിയിലേക്ക് തിരികെ ചെന്ന് കഴിഞ്ഞിട്ട് ശാന്തമായി പോവുകയല്ലേ. അത് കഴിഞ്ഞിട്ടാണല്ലോ ചാരന്മാർ എന്ന് പറയുന്ന പൗരജനങ്ങൾ, നഗരവാസികൾ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആധിയായി. കാരണം അദ്ദേഹം ഈ പൊതുജനാഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ഉരകൽ എല്ലാറ്റിൻ്റെയും. അപ്പോൾ ശ്രീരാമൻ്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്നത് അദ്ദേഹത്തിന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. ധർമ്മത്തിന് വേണ്ടി ഞാൻ നിന്നെ ആയാലും സൗമിത്രിയെ ആയാലും ഉപേക്ഷിക്കും എന്ന് പണ്ട് പറഞ്ഞത് നിവൃത്തിയായി, അത് സംഭവിച്ചു. അങ്ങനെയാണ് സീതയെ കാട്ടിലേക്ക് അയക്കുന്നത്. നമ്മൾ ആ കാട്ടിലേക്ക് അയക്കുന്ന രംഗം നമ്മൾ വളരെ വിശദമായി, നമ്മൾ ലക്ഷ്മണനെ കുറിച്ച് പറയുമ്പോഴും സീതയെക്കുറിച്ച് പറയുമ്പോഴും നമ്മളത് വളരെ വിശദമായി പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ കഠിനമായ വ്യഥയുണ്ട്. ആ കഠിനമായ വ്യഥയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, വാൽമീകിയുടെ ആശ്രമത്തിൽ സീത പ്രസവിച്ച് കുട്ടികൾക്ക് കൗമാരമായി, കുട്ടികളെ രാമായണം പാടാൻ പഠിപ്പിച്ചു, അവരെ വാൽമീകി നഗരത്തിലേക്ക് അയച്ചു. നഗരത്തിലെത്തി രാമായണ ഗാനം പാടുന്നു. കുട്ടികളെ രാജസദസ്സിലേക്ക് കൊണ്ടുവരുന്നു, അവർ രാമായണ ഗാനം പാടുന്നു. അശ്വമേധയാഗത്തിൻ്റെ സമയത്ത് ഈ കുട്ടികളെ ശത്രുഘ്നൻ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നൊക്കെ അവിടെ എങ്ങനെയോ വാർത്തകൾ എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ കാണുന്നു. എന്നിട്ട് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ആളെ അയക്കുകയാണ്. അപ്പോൾ ചെന്ന് അയക്കുമ്പോൾ പറയുന്നത് പാപമില്ലാത്തവളാണ് എന്ന് ഒരു പ്രതിജ്ഞ ചെയ്യണം എന്നാണ്. വാൽമീകി പറയുന്നുണ്ട്,
ശ്രീരാമൻ പറഞ്ഞാൽ സീത അത് ചെയ്യും. കാരണം ശ്രീരാമനാണ് സീതയ്ക്കെല്ലാം. സീതയ്ക്ക് ശ്രീരാമൻ പറയുന്നതാണ് അവസാനത്തെ വാക്യം. എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ അധ്യാത്മരാമായണത്തിൽ, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാണുകില്ലെന്ന്. രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ് സീതയും രാമനും. അതെ, പരസ്പര പൂരകങ്ങളാണ്. എഴുത്തച്ഛൻ ഈ പറഞ്ഞത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ലയമാണ് ശ്രീരാമനും സീതയും തമ്മിലുള്ളത്, ശരിയാണ്. പക്ഷെ വാൽമീകി രാമായണത്തിൽ സീത ശ്രീരാമനോടാണ് ലയിക്കുന്നത്. ശ്രീരാമൻ പ്രത്യക്ഷത്തിൽ അങ്ങനെ ലയിക്കുന്നതായി പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നുന്നില്ല. അല്ല, അത് ധർമ്മപരായണത്തിനായി അങ്ങനെ ചെയ്യേണ്ടി വരുന്നതല്ല എന്ന് നമുക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ശ്രീരാമൻ പിന്നീട് ഇത് വെളിവാക്കുന്നുണ്ട്. സീതയെ വാൽമീകി സദസ്സിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ആദ്യം എപ്പോഴോ ഒരിക്കൽ കുമാരനാശാന്റെ ശ്ലോകം ഇതിനകത്ത് എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു, വേണ്ടാ ഖേദമിടോ സുതേ വരിക എന്നോതും മുനീന്ദ്രന്റെ കാൽ തണ്ടാർ നോക്കി നടന്ന അധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തി ഒന്ന് അനുശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ അന്നിലയിൽ ഈ ദേഹം വെടിഞ്ഞാൽ സതി എന്ന് കുമാരനാശാൻ പറയും. അതിന് ആദ്യത്തെ ഭാഗം എടുത്താൽ ശരിയാണ്, വാൽമീകി രാമായണത്തെ കുമാരനാശാൻ എത്രമാത്രം സ്വാംശീകരിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ ആ മഹർഷിയുടെ പിന്നാലെ ചെല്ലുന്നു. അപ്പോൾ വാൽമീകി പറയുന്നു, ഇതാണ് അങ്ങയുടെ പവിത്രചരിതയായിട്ടുള്ള അപാപയായിട്ടുള്ള സീത, അങ്ങ് കണ്ടോളൂ. കാരണം കുറച്ച് വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ജനിച്ച് അവർക്ക് കൗമാരപ്രായമാവുന്നവരെ ആയിട്ടും കണ്ടിട്ടില്ല. കണ്ടോളൂ, ഇതാണ് സീത. സീത ഇപ്പോഴും വിശുദ്ധയാണ്. സീത എല്ലാ കാലത്തും വിശുദ്ധയാണ്. അങ്ങയുടെ മക്കൾ തന്നെയാണ് ഈ കുശലവന്മാർ, എൻ്റെ ആശ്രമത്തിലാണ് ജനിച്ചു വളർന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് ലോകാപവാദ ഭീതനായിട്ടാണ് അങ്ങ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. സീതയെ, പാപമില്ലാത്ത സീതയെ അങ്ങ് ഉപേക്ഷിച്ചത് ലോകാപവാദ ഭീതി കൊണ്ടാണ് എന്നറിയാമെന്ന് വാൽമീകി പറയുന്നുണ്ട്. വാൽമീകി രാമൻ്റെ മനസ്സറിയുകയാണ് കേട്ടോ. ഒന്നാമത് ഋഷിയാണല്ലോ. മാത്രമല്ല ഈ കഥയെ ആഴത്തിൽ മനസ്സിലാക്കിയത്, നമ്മളെക്കാളൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിയത് ആദ്യം വാൽമീകിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ശ്രീരാമൻ്റെ ആ ദൗർബല്യം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തി. അതാണ് പറയുന്നത്, ലോകാപവാദ ഭീതി. അതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണം. എന്നിട്ട് വാൽമീകി പറയുന്നു, അതുകൊണ്ട് ദാ ഈ സീതയെ കണ്ടാലും. അധർമ്മ ഭയഭീതി എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. അതെ, അധർമ്മ ഭയഭീതിയും അധർമ്മ ഭയഭീതി അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ലോകാപവാദ ഭീതിയുമുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ സമയത്ത് രാമൻ തിരിച്ചു പറയുന്നു, എനിക്കറിയാം സീത അപാപയാണെന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപേക്ഷിച്ചത്. ലോകാപവാദം വളരെ ശക്തമാണ് എന്ന് ശ്രീരാമൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലവകുശന്മാർ എൻ്റെ മക്കളാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. സീത എന്നോട് ക്ഷമിക്കട്ടെ എന്നാണ്. മൈഥിലിം പ്രീതിരസ്തുമേ എന്നാണ്, മൈഥിലിക്ക് എന്നോട് പ്രീതി ഉണ്ടാവട്ടെ. എന്നിട്ട് വാൽമീകിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. തദ്ഭവാൻ ക്ഷന്തുമർഹതി, എന്നോട് അങ്ങ് ക്ഷമിക്കുമാറാകണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമന് വളരെ നന്നായിട്ട് മനസ്സിലായി ഈ ചെയ്തു പോയതൊരു അപരാധമാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. ജനാപവാദ ഭീതി കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന ന്യായീകരണം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പോൾ സീതയോട് സംസാരിക്കാൻ പറഞ്ഞു. സീത പ്രതിജ്ഞ ചെയ്യണം. അവിടെ ഇപ്പോൾ സീത പ്രതിജ്ഞ ചെയ്യുന്നത്, അല്ലയോ എൻ്റെ മാതാവേ, ഞാൻ ഒരു തരത്തിലും ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കണമേ എന്നാണ് പറയുന്നത്. ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ശ്രീരാമൻ്റെ കൂടെ താമസിക്കണം എന്നല്ല പറയുന്നത്. അത്രമാത്രം സഹിക്കാൻ അത്രമാത്രം. അത് എത്ര തവണയെ സ്വന്തം മക്കളുടെ മുന്നിൽ ഒരു സദസ്സിൽ വെച്ച് പറയുകയാണ്. ആ സമയത്താണ് ഭൂമി പിളർന്നിട്ട് സ്വർണ്ണ സിംഹാസനം വന്ന് അതിൽ സീത താഴേക്ക് പോകുന്നത്. സീത താഴേക്ക് പോയി കഴിയുമ്പോൾ രാമൻ്റെ വലിയ രോഷം കലർന്ന വിലാപമുണ്ട്. എന്നെ വിട്ടവൾ പോയി, സീത പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിലാപം അതിനെ തുടർന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ ശോകമൂകമായ അന്തരീക്ഷത്തിലാണ് ആ രംഗം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് രാമൻ ദീർഘകാലം ജീവിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. 10,000 കൊല്ലം എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ജീവിക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും മക്കൾക്ക് സാമന്ത രാജ്യങ്ങളിൽ 2 കൊടുക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. നമ്മൾ ലക്ഷ്മണൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, യമദേവൻ വേറൊരു വേഷത്തിൽ വന്നിട്ട് വാഗ്ദാനം വാങ്ങിച്ചിട്ട് ആ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അപ്പോഴത്തേക്ക് ശത്രുഘ്നനെ ആളയച്ചു വരുത്തുന്നുണ്ട്. മധുരയിലായിരുന്നു. ശത്രുഘ്നന് 2 മക്കളുണ്ട്. അവർക്ക് 2 പേർക്കുമായിട്ട് അദ്ദേഹം അവിടുത്തെ രാജ്യം വിഭജിച്ചിട്ടാണ് വരുന്നത്. ഈ ലക്ഷ്മണനെ ഉപേക്ഷിച്ചുവെന്നും അവസാനമായി അവർക്കത് മനസ്സിലായി എല്ലാവർക്കും. അപ്പോൾ വരികയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുന്നത്,
ഭരതന് ഈ രാജ്യം ഏൽപ്പിക്കാമെന്നാണ്. ഭരതന് രാജ്യം ഞാൻ അഭിഷേകം ചെയ്യാൻ, ഞാൻ രാജ്യം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, ഞാൻ പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഭരതൻ രാജ്യം സ്വീകരിക്കുന്നില്ല. ഭരതൻ വീണ്ടും അത് നിഷേധിച്ചു. എന്നിട്ട് ലവകുശന്മാരാണ് പിന്നെ രാജ്യം ഭരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സരയുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. അതിന് വേണ്ട യജ്ഞവിധി പ്രകാരമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശ്രീരാമൻ ഒറ്റ വസ്ത്രം മാത്രം ഉടുത്ത് രാജധാനിയിൽ നിന്നിറങ്ങി, യാതൊരു വിഭൂഷകളുമില്ലാതെ, ഒരാഭരണങ്ങളും ധരിക്കാതെ ഇറങ്ങി. വലിയൊരു ജനസഞ്ചയം ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം സരയുവിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞ് കൂടെ സഞ്ചരിച്ചു. സുഗ്രീവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി എനിക്കും രാജ്യം വേണ്ട. അംഗദനെ രാജ്യാഭിഷേകം ചെയ്തിട്ട് സുഗ്രീവൻ, അങ്ങയുടെ കൂടെ ഞാനും വരികയാണെന്ന് പറഞ്ഞ് സുഗ്രീവൻ വന്നു. വിഭീഷണനോട് മാത്രം ശ്രീരാമൻ പറഞ്ഞു, നീ ലങ്കയിൽ ദീർഘകാലം ലങ്ക ഭരിക്കണം എന്ന് പറഞ്ഞ് വിഭീഷണനെ അയച്ചു. ഈ വലിയ യാത്ര, നിശബ്ദമായ ഒരു യാത്ര ഇങ്ങനെ സഞ്ചരിച്ച് ചെന്നിട്ട് ശത്രുഘ്നനും ഭരതനും കൂടെയുണ്ട്. സരയുവിലേക്ക് ചെന്നിട്ട് അദ്ദേഹം സരയുവിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി അപ്രത്യക്ഷനായി. അതേക്കുറിച്ച് തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ഒരു ഗംഭീരമായ കവിതയുണ്ട്. രാമായണം എന്നാണ് ആ കവിതയുടെയും പേര്. അതിനകത്ത് അദ്ദേഹം പറയും, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ അരയോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ മാർത്തട്ടോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ കണ്ഠത്തോളം, സരയൂ നദി ഇപ്പോൾ ശുദ്ധശൂന്യത മാത്രം എന്ന് രാമൻ ഇങ്ങനെ സരയുവിലേക്ക് മറയുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ശ്രീരാമൻ മഹാവിഷ്ണു ചൈതന്യത്തോട് ലയിക്കുകയാണ് രാമായണത്തിൽ. പക്ഷേ ആ മഹാജീവിതവും അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതൊരു സാധാരണ ജീവിതമായിരുന്നില്ല. അത് സകല ലോകത്തിനും മാതൃകയാവുന്ന ഒരു മഹാജീവിതമായിരുന്നു. നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഈ വനത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ, വിശ്വാമിത്രൻ്റെ കൂടെ വനത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ ഈ സ്വർഗാരോഹണം വരെ ജീവിതത്തിൽ ഒരു സമയത്തും മനസ്സിന് ശാന്തിയില്ലാതെ ജീവിച്ച ഒരാൾ കൂടിയാണ്. പ്രതിബന്ധങ്ങളിലൂടെയാണ് കടന്നുപോയത് മുഴുവൻ. തൻ്റേതായതും തൻ്റേതല്ലാത്തതുമായ എല്ലാ പ്രവൃത്തികളുടെയും ദുഃഖം ഏറ്റുവാങ്ങി സഞ്ചരിച്ച ആളാണ്. തൻ്റേതല്ലാത്ത കാരണത്തിന് വേണ്ടിയിട്ടാണ് വനത്തിൽ പോയത്. താൻ പോലും അറിയാത്തൊരു കാരണത്തിനാണ് സീത അപഹരിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരം. അത് കഴിയുമ്പോഴും മൊത്തത്തിൽ അവസാനം ഒരു ഫലശൂന്യത അനുഭവപ്പെടുന്നു ജീവിതത്തിലെ മഹാപ്രതിസന്ധികൾ കൊണ്ട്. നമ്മളുടെ മുന്നിൽ വാൽമീകി അവതരിപ്പിക്കുന്ന രാമൻ അസാമാന്യമായ ശക്തിയുടെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള, മനുഷ്യർക്ക് വലിയ മാതൃകയായിട്ടുള്ള രാമൻ. വാൽമീകി മാതൃകാ മനുഷ്യനെ അന്വേഷിച്ച് ചെന്നിട്ട് അവതരിപ്പിക്കുന്ന മാതൃകാ മനുഷ്യൻ ഭൂമിയിലെ എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങിയിട്ടും ആ സങ്കടങ്ങളെയെല്ലാം അതിജീവിച്ച് തൻ്റെ കർമ്മത്തിലും ധർമ്മത്തിലും ഉറച്ചു നിന്ന് അതിൽ നിന്ന് വരുന്ന എല്ലാ സങ്കടങ്ങളെയും ജീവിതത്തിൽ നേരിട്ട് അതിനുശേഷം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചു നോക്കിയാൽ ശ്രീരാമൻ മാതൃകാപരമായി സമൂഹ സേവനം നടത്തിയിട്ടുള്ള, രാജ്യസേവനം നടത്തിയിട്ടുള്ള അവതാരമാണ്. എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുമ്പോൾ നമ്മൾ ആ ഈശ്വര ചൈതന്യത്തിൽ അങ്ങനെ ആറാടും. എഴുത്തച്ഛൻ അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കത് വിശദമായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മളിതിൻ്റെ ഒരു സമാപനമെന്ന നിലയിൽ നാളെ നമുക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തെക്കുറിച്ച് കൂടി സംസാരിച്ച് വേണം ഇത് അവസാനിപ്പിക്കാൻ. ഇന്ന് അത്യന്തം ശോകമൂകമായ ശ്രീരാമൻ്റെ വേർപാടോടുകൂടി നമുക്ക് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കേണ്ടി വരുന്നു. നമുക്ക് ഒന്നുകൂടി പറയേണ്ടി വരും വന്ദേ വാൽമീകി കോകിലം എന്ന്. ഈ വാൽമീകി കോകിലം സൃഷ്ടിച്ച ഈ മഹാസാമ്രാജ്യത്തിലൂടെ നമ്മൾ 30 ദിവസം സഞ്ചരിച്ചു. അതിൽ നമ്മൾ കണ്ടെത്തിയതെന്തൊക്കെ എന്ന് നമുക്കിപ്പോൾ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. എനിക്ക് ഇത് കണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, വാൽമീകി രാമായണത്തിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്ര കാലമെടുത്തിട്ടായാലും കടന്നു പോകണം എന്നാണ്. നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കാൻ, നമുക്ക് അതീവ ശാന്തിയോടുകൂടി ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ
ഒക്കെ വാൽമീകി രാമായണം നമ്മളെ സഹായിക്കും. ഏത് രാമായണവും സഹായിക്കും. വാൽമീകി രാമായണം പ്രത്യേകിച്ചും സഹായിക്കും. ഇത് ഇന്ത്യയുടെ ആത്മാവാണ്. ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുമ്പോൾ വാൽമീകി രാമായണം മാത്രമല്ല, വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും കാവ്യങ്ങളും നാടകങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതിലെ ഏറ്റവും സുപ്രധാനമായ കാവ്യത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അവലോകനം ചെയ്തത്, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നമുക്ക് വാൽമീകി രാമായണം ഇന്നിവിടെ വച്ച് സമാപിപ്പിക്കാം. ഇത് പൂർണ്ണമാവുന്നു എന്ന് പറയാൻ നിർവാഹമില്ല. എല്ലാ കാലത്തും ഇതിൻ്റെ ചർച്ച അപൂർണമാണ്. ഇനിയും നമ്മൾക്ക് എത്രയോ കാലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അതിനിടയാവട്ടെ, എല്ലാവരുടെ മനസ്സിലും ശ്രീരാമൻ എന്ന ദീപം തെളിയാനിടയാവട്ടെ, വാൽമീകി എന്ന മഹാഗുരു പ്രകാശത്തോടുകൂടി നിലനിൽക്കാനിടയാവട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അതെ, കഴിഞ്ഞ 30 ദിവസങ്ങളായി അകംപുറത്തിൻ്റെ തിരശീലയിലൂടെ രാമായണ കഥാപാത്രങ്ങളെ കണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ധാരാളം കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് പറയാൻ. കർക്കടകത്തിൻ്റെ 30 ദിവസങ്ങൾ എന്ന ആ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പക്ഷേ ചില ദിവസങ്ങളിൽ 2 കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനത്തിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നാളെ സമാപന ദിവസമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ എഴുത്തച്ഛനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരമ്പര സമാപിക്കുകയാണ്. അകംപുറം നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.